ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായും സന്തോഷമായും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായും സന്തോഷമായും സേഫായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എബിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു. അവൻ കഴിക്കായിരുന്നതിന് ശേഷം ഞാൻ അവൻ്റെ ലഞ്ചും പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ഞാനാണ് ഇന്ന് അവനെ താഴോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ താഴോട്ട് ഇറങ്ങാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഞാൻ പകുതി ദൂരം വരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ ഇറങ്ങുന്ന ടൈമിൽ തന്നെ ഒരു പ്ലെയിൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല തെളിഞ്ഞ ആകാശത്ത് കൂടെ പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ മുകളിലോട്ടാണ് നിന്നത്. എബി അങ്ങ് താഴെ പോയി നിന്നു. എനിക്ക് ഇത്രയും താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറി വരാനുള്ള ബുദ്ധിമുട്ടും ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങ് താഴോട്ട് ഇറങ്ങാത്തത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കയറുന്ന ടൈമിൽ വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഞാൻ കയറി പോകുന്നത് കേട്ടോ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ വണ്ടി തിരിച്ച് വരും. ഇതുവഴി തന്നെയാണ് വരുന്നത്. ആ ടൈമിൽ നല്ല തിരക്കായിരിക്കും ബസ്സിൽ. പിള്ളേർക്ക് ഇരിക്കാനൊന്നും പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കെന്നല്ല, എബിക്ക് എന്തായാലും ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ അവനെ വിടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു. രാവിലത്തെ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം കേക്ക് ഞാൻ ഉണ്ടാക്കിയത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പുറത്തോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, ഞാനിന്ന് റിംഗ് ലൈറ്റ് വഴിയാണ് കേട്ടോ വീഡിയോസൊക്കെ എടുത്തത്. ഞാൻ റിംഗ് ലൈറ്റ് വാങ്ങി വെച്ചിട്ട് ഇതുവരെയ്ക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കേക്ക് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പ്ലഫി ആയിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതുപോലെ ആയിരുന്നു കേട്ടോ. ഇത് എൻ്റെ മൂന്നാമത്തെ കേക്കാണ്. മൂന്നാമത്തെ കേക്കായ സമയത്താണ് കറക്റ്റ് ആയത്. അതുമാത്രമല്ല, ഞാനിപ്പോൾ ½ kg കേക്കാണ് ഉണ്ടാക്കി പഠിക്കുന്നത്. 1 kgയുടെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തരുന്നതെങ്കിൽ പോലും ഞാൻ ½ kg ആണ് ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിപ്പോയാൽ പിന്നെയും നമ്മൾ ഉണ്ടാക്കണമല്ലോ. ആ ടൈമിൽ ഇത്രയും സാധനങ്ങൾ വേസ്റ്റ് ആയിപ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ നേരെ മീൻ വാങ്ങിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഞാനാണ് ഇന്ന് പോയത്. ചേട്ടൻ വണ്ടി ഇവിടെ വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ മീനില്ലാത്തതുകൊണ്ട് ഞാൻ മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും ഒക്കെ കറിയൊക്കെ വെച്ചു. ഞാൻ ഉച്ചയ്ക്കുള്ളത് കഴിച്ചു കേട്ടോ. എനിക്ക് എലിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും എന്താണ് കറി, എന്താണ് ഞാൻ എൻ്റെ കൂടെ കഴിച്ചത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തോ മധുരക്കിഴങ്ങ് എന്തോ ആണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ കറിയൊക്കെ വെച്ചു. അങ്ങനെ ഇരുന്ന സമയത്താണ് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചേട്ടന് കേക്ക് എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ കേക്ക് കണ്ടപാട് തന്നെ ചേട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നില്ല, എബി ട്യൂഷനാക്കിയിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ചേട്ടൻ ഇരുന്നു. ആ ടൈമിൽ ഞാനും ചായയൊക്കെ ഇട്ടു, ഞാനും കുടിക്കായിരുന്നു. അപ്പോൾ 4 മണിയായി കേട്ടോ. ഞാനും ചായ കുടിച്ചു. ചേട്ടൻ ഞാൻ നേരത്തെ ചോറും കഴിച്ചു. പിന്നെ ഇതൊരു 5:30 മണിയായി കേട്ടോ. അതുവരെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ അങ്ങനെ ഇരുന്നു. 5:30 മണിക്ക് എബിയെ വിളിക്കാനായിട്ട് പോകണമായിരുന്നു. ആ ടൈമിലാണ് ഞാനൊന്ന് കേക്ക് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രെഡ് കട്ട് ചെയ്യുന്നൊരു നൈഫ് കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതുപോലെ കുക്കറിൽ വെക്കുന്ന ടൈമിൽ ഈ ഫ്രണ്ട് ഭാഗത്തൊരല്പം സോഫ്റ്റ് വേവാത്തത് പോലെ ഇരിക്കും. നമ്മൾ കുക്കറിൽ വെക്കുന്നത് കൊണ്ടാണ്. അവനാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നം വരത്തില്ല. കുക്കറിലായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ചേട്ടന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ബീനയുടെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആദൂനും ഒക്കെ കൊടുക്കാനായിട്ട് ഞാനൊരു കുഞ്ഞു പാത്രത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പീസ് ഞങ്ങൾ തന്നെ കഴിച്ചു. ഒരു പീസ് എബിക്ക് വെച്ചു. ഒരു പീസ് എടുത്ത് ഇവിടെ പിള്ളേരൊക്കെ വരുമല്ലോ എപ്പോഴും. എബിയുടെ ഫ്രണ്ട്സൊക്കെ എന്നും വൈകുന്നേരത്ത് ഇവിടെ അവൻ്റെ കളിക്കാനൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പീസ് എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. ഡയറ്റിലാണെങ്കിൽ പോലും എനിക്ക് കേക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം കേക്ക് കഴിച്ചു കേട്ടോ. പിന്നെ നേരെ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴയും കൂടെ ആയതുകൊണ്ട് തലമുടി ഉണങ്ങാനും ഭയങ്കര പാടാണ്. എന്തു വന്നാലും എനിക്കെന്തോ വൈകുന്നേരം ആകുമ്പോഴേ കുളിക്കാനും പറ്റത്തുള്ളൂ. ബാക്കിയുള്ള ടൈമിലൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലിയിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ചായ ഇട്ടു കേട്ടോ. ചേട്ടനും എബിക്കും കൂടെ വേണ്ടിയിട്ട് 2 ഗ്ലാസ് ചായയൊക്കെ ഇട്ടു. പിന്നെ വെള്ളം കൂടി, അയ്യോ എനിക്കത് പറയാതിരിക്കാൻ വയ്യ. വെള്ളം കുടിച്ച് തന്നെ വയ്യ കേട്ടോ. മഴ സമയം കൂടെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം കുടി അങ്ങനെ വലിയതായിട്ടും നടക്കാറില്ല. എങ്കിൽ പോലും ആവശ്യത്തിന് ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ക്ഷീണവും തലവേദനയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യത്തിന് വെള്ളവും കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ്സുണ്ട്, കേക്കിൻ്റെ ക്ലാസ്സുണ്ട്, അതിനിരിക്കണം. ഇതിപ്പോൾ 7 മണിക്ക് മുന്നേ ഇതെല്ലാ ജോലിയും തീർത്താലേ എനിക്ക് ക്ലാസ്സിലിരിക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എബി വന്നോടൻ തന്നെ അവന് ചായയൊക്കെ ഇട്ട് കൊടുത്തു. ഞങ്ങൾ പിന്നെ പ്രാർത്ഥിക്കാനിരുന്നു കേട്ടോ. ഒരു 6:30 മണി ആയില്ലെന്ന് തോന്നുന്നു. കാരണം പുറത്തെ വെട്ടം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. 6:30 മണി ആവുന്നതേ ഉള്ളൂ. 7 മണിക്ക് ക്ലാസ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്നു കേട്ടോ.
ഒരു 6:45 ആയ സമയത്ത് പ്രാർത്ഥനയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും എബിയും ഉണ്ടായിരുന്നു. ചേട്ടൻ ടൈമിൽ കുളിക്കാനൊക്കെ നിന്നതുകൊണ്ട് തന്നെ ചേട്ടൻ പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും എബി 6:45 വരെയൊക്കെ പ്രാർത്ഥിച്ചു. പിന്നീട് എബി പഠിക്കാനായിട്ട് എഴുന്നേറ്റ് പോയി കേട്ടോ. ഞാൻ ഫോൺ എടുത്ത് ചാർജിന് വെച്ചിട്ട് ഞാൻ കുറേ നേരം വരെ നമ്മുടെ ക്രിസ്ത്യൻ പാട്ട് തന്നെ ഫോണിൽ വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്ന് കുറേ നേരം വെച്ചാൽ 7 മണി വരെ, എനിക്ക് 7 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. അതുവരെയും ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടും പാട്ട് പാടി, എനിക്കറിയാവുന്ന പാട്ട് ഞാൻ കൂടെ പാടിയും കുറേ നേരം വരെ ഇരുന്നിട്ട്. പക്ഷേ ആ ഒരു ടൈമിൽ തന്നെ ഭയങ്കര ഒരു മനസ്സിനകത്തൊക്കെ ഭയങ്കര സന്തോഷവും സമാധാനമൊക്കെ തരുന്ന ഒരു സമയം കൂടെ ആയിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴും അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ടും ഒരു സന്തോഷമൊക്കെയുള്ള ഒരു ടൈമും കൂടെ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എബിക്ക് കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സമയം കിട്ടുന്നുണ്ട് കേട്ടോ. മുമ്പ് ഇവിടെ നമ്മൾ മുട്ടയ്ക്കാട് സ്കൂളിലായിരുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് വരുമ്പോഴേ 5 മണിയാവും. പിന്നെ പെട്ടെന്ന് തന്നെ പോയി കുളിച്ച് ട്യൂഷന് പോയിട്ട് വീടെത്തുമ്പോഴത്തേക്ക് 7 മണിയാവും. പിന്നെയും വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ തന്നെ അവന് പുറത്തിറങ്ങാനോ ഒന്ന് കളിക്കാനോ ഒന്നും ടൈമും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ അവന് കളിക്കാനൊക്കെ പോകാൻ സമയം കിട്ടുന്നുണ്ട്. അവന് 4 മണിക്കാണ് ട്യൂഷൻ, 5:30 ആകുമ്പോൾ ട്യൂഷൻ കഴിയും. അതായത് 3:10 ആകുമ്പോൾ വരും. 1 മണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡും കഴിച്ച് കുളിച്ച് ട്യൂഷന് പോകും, പിന്നെ വരും. അതിനുശേഷം അവന് കളിക്കാൻ കുറച്ച് സമയമൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം അവനും ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ക്ലാസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് വീഡിയോ കോൾ വിളിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ നഹുവും മിക്കുവും പിണങ്ങിയിട്ട് മാറി മാറി ഇരിക്കുന്നതാണ് കേട്ടോ. അവന് ഇഷ്ടപ്പെട്ട ഒരു ബിസ്ക്കറ്റ് നഹു എടുത്തത്, അതായത് മിക്കുവിന് അത് വേണ്ടായിരുന്നു ആ ഒരു ബിസ്ക്കറ്റ്. നഹു എടുത്തതിൻ്റെ പേരിൽ ഭയങ്കര വഴക്കും വാശിയൊക്കെ ആയി. ആ ബിസ്ക്കറ്റ് തന്നെ അവൻ കഴിക്കുകയും ചെയ്തു. നഹുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 5 കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് നഹു കസാരയിൽ നിന്ന് ടിവിയും കണ്ടിരുന്നു. അത് 5 മിക്കുവിനെ വെച്ചുകൊണ്ടിരുന്നു. അച്ചു ഉണ്ടായിരുന്നു കേട്ടോ. മിലുവൊക്കെ ആയിട്ട് അവർ സംസാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരം അവരും ഒക്കെ ആയിട്ട് വീഡിയോ കോൾ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഡെയിലി ഉള്ളതാണ് വീട്ടിലോട്ടുള്ള ഈ ഒരു ഫോൺ വിളി കേട്ടോ. പിള്ളേരെ കാണാതെ സത്യം പറഞ്ഞാൽ ഒരു ദിവസം പോലും ഉറങ്ങാൻ പറ്റും. ഞാൻ മുമ്പ് ഒരു പാട്ട് പാടിയ പോലെ ഒരു ദിവസം പോലും എനിക്ക് കാണാതെ ഉറങ്ങാനേ പറ്റാറില്ല കേട്ടോ ഇവരെ. എനിക്കെന്തോ ഭയങ്കര ഒരു ഇതാണ്, പ്രത്യേകിച്ച് മിക്കുവിൻ്റെ അടുത്ത്. കാരണം നമ്മൾ അവനെ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രാർത്ഥനയും നേർച്ചയൊക്കെ നേർന്ന് കിട്ടിയതാണ് അവന്. എന്ന് വെച്ച് മിലുവിനെ ഇഷ്ടമില്ലെന്നല്ല, ഒരു പൊടിക്ക് മിക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മിലു ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. നമ്മളെപ്പോഴും ഫോൺ വിളിച്ചാലും ഭയങ്കര ചിരിയും കളിയും ബഹളം. എന്നാൽ മിക്കു അങ്ങനെയൊന്നുമില്ല കേട്ടോ. മിക്കു വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.